ഹലോ എവ്രി വൺ, സർവേയിങ് സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ വീഡിയോസിലും 30 ക്വസ്റ്റ്യൻസ് വീതമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റിംഗ് ആയിട്ട് തോന്നുമായിരിക്കും, കുഴപ്പമില്ല. അതെല്ലാം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം റീസെൻ്റ് ആയിട്ട് നടന്ന, അതായത് 2019-20 നടന്ന എക്സാം പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: During a fly leveling, the plinth of a nearby building is selected as the benchmark and its RL is assumed as +50. Then the selected benchmark is an example of. ബെഞ്ച് തന്നെ നമുക്കറിയാം, ബേസിക്കലി 4 ക്ലാസിഫിക്കേഷനാണ് ബെഞ്ച് മാർക്കിലുള്ളത്. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് തന്നെ നമുക്ക് മുൻകൂട്ടി അറിയാൻ, അതിൻ്റെ റെഡ്യൂസ്ഡ് ലെവലിൽ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതിനാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്കിന് തന്നെ 4 ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ഏറ്റവും ആദ്യം വരുന്നതാണ് GTS ബെഞ്ച് മാർക്ക് എന്ന് പറയും, അതായത് ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ ബെഞ്ച് മാർക്ക്. ഇത് വളരെ പ്രിസിഷനിൽ ലേ ചെയ്യുന്ന ബെഞ്ച് മാർക്കാണ്. ഇത് ഇന്ത്യയിൽ വന്നിട്ട് സർവേ ഓഫ് ഇന്ത്യ ആയിരിക്കും ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ ബെഞ്ച് മാർക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓരോ കൺട്രീസിലും അവരവരുടെ ഏറ്റവും ഹയർ സർവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഹയർ അതോറിറ്റി ആയിട്ടുള്ള ഏജൻസി ഏതാണ്, അവരായിരിക്കും ഈ GTS ബെഞ്ച് മാർക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മീൻ സീ ലെവലിനെ ഡേറ്റുമായിട്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ആണ് GTS ബെഞ്ച് മാർക്ക് എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വന്നിട്ട് പെർമനൻറ്റ് ബെഞ്ച് മാർക്കാണ്. പെർമനൻറ്റ് ബെഞ്ച് മാർക്കാണ്. പെർമനൻറ്റ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ GTS ബെഞ്ച് മാർക്കിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റേറ്റിലെ ഓരോ അതോറിറ്റീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PWD അല്ലെങ്കിൽ ഇറിഗേഷൻ, അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ബെഞ്ച് മാർക്ക് ഓരോ പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ബെഞ്ച് മാർക്കുകളെ പറയുന്നത് പെർമനൻറ്റ് ബെഞ്ച് മാർക്ക്. ഇതിപ്പോൾ സ്റ്റേറ്റിൻ്റെ തന്നെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് ആവണം എന്നില്ല. റെയിൽവേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റെയിൽവേ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരുമാതിരി എല്ലാ ബെഞ്ച് മാർക്കുകളും വന്നിട്ട് പെർമനൻറ്റ് ബെഞ്ച് മാർക്കുകളുടെ എക്സാമ്പിൾസ് ആണ്. പിന്നെ പറയാനായിട്ടുള്ളത് മൂന്നാമത്തത്, ദാറ്റ് ഈസ് ടെമ്പററി ബെഞ്ച് മാർക്ക്. ടെമ്പററി എന്ന് പറഞ്ഞാൽ അപ്പോൾ വേർഡിൽ തന്നെയുണ്ട് ടെമ്പററി. ഒരു ദിവസത്തെ ഫുൾ നമ്മൾ സർവേ വർക്ക് എല്ലാം കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ലാസ്റ്റ് ആയിട്ട് ഒരു ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് ഡേ വർക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ബെഞ്ച് മാർക്കിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബെഞ്ച് മാർക്കിനെ പറയുന്ന പേരാണ് ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന്. ലാസ്റ്റ് ബെഞ്ച് മാർക്ക് വന്നിട്ട് ആർബിട്രറി ബെഞ്ച് മാർക്കാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസിലും സർവേ നടത്തുമ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കോളേജ് ലെവലിൽ ചെയ്യുന്ന സർവേയിങ് ഒക്കെ ആണ്, അവിടെയൊക്കെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ജസ്റ്റ് ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എക്സാക്റ്റ് മീൻ സീ ലെവലിൽ നിന്ന് എത്രയാണ് ഇവരുടെ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഹൈറ്റ് ഓഫ് എ ബിൽഡിങ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഹൈറ്റ്, ഷെയ്ഡിൻ്റെ ഹൈറ്റ് എത്ര ഹൈറ്റിലാണുള്ളത്, ഈ വക കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ സർവേയിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ഏരിയയിൽ സ്മോൾ സ്കെയിൽ ആയിട്ടൊക്കെ ചെയ്യുന്ന സർവേ വർക്കുകളിൽ ഏതെങ്കിലും ഒരു പോയിന്റിന് നമ്മൾ ആർബിട്രറി ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്ത് ഒരു ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് അതിനൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ അസ്യൂം ചെയ്ത് വെറുതെ കൊടുക്കും. സാധാരണ എപ്പോഴും നമ്മൾ കൊടുക്കാറുള്ള കോളേജ് ലെവലിലൊക്കെ ചെയ്യുമ്പോൾ 100 മീറ്റർ എന്നും പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ആർബിട്രറി ബെഞ്ച് മാർക്ക്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ലെവലിംഗ് ചെയ്തപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് വന്നിട്ട് ബെഞ്ച് മാർക്കായിട്ട് സെലക്ട് ചെയ്തു. അതിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ അസ്യൂം ചെയ്തിരിക്കുന്നത് 50 മീറ്റർ എന്നാണ്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ആർബിട്രറി ബെഞ്ച് മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In order to determine the bed level of a canal, the following observation have been taken on a 4-meter leveling staff using the dumpy level. Find the reduced level. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബെഡ് ലെവൽ ഓഫ് എ കനാലാണ്. ഒരു കനാലിൻ്റെ ബെഡ് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഒരു കൾവേർട്ടിൻ്റെ പാരപ്പേറ്റിലേക്ക് സൈറ്റ് ചെയ്തു, അവിടുത്തെ റീഡിങ് എടുത്തു. ഇപ്പോൾ കൾവേർട്ടിൻ്റെ പാരപ്പേറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഈസ് 15.8 മീറ്റർ ആണ്. 15.8 മീറ്റർ ആണ് കൾവേർട്ടിൻ്റെ പാരപ്പറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ എന്ന് പറയുന്നത്. അവിടെ സൈറ്റ് ചെയ്തപ്പോൾ സ്റ്റാഫിൻ്റെ റീഡിങ് വന്നിട്ട് 0.7 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ we can write the height of the instrument is equal to
sorry, we can write the height of the instrument is equal to 15.8 plus 0.7 that is equal to 16.5 meter എന്ന് നമുക്ക് കിട്ടി. ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് നമുക്ക് കിട്ടി. അതിനുശേഷം കനാൽ ബെഡിൽ സ്റ്റാഫ് റീഡിങ് എടുക്കുന്നുണ്ട്. ഇറ്റ് ഇസ് 3.4. അങ്ങനെയാണെങ്കിൽ കനാൽ ബെഡിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ വിൽ ബി ഈക്വൽ ടു 16.5 മൈനസ് 3.4 that is equal to 3.4 that is equal to 13.1 meter. Okay, so അതാണ് 13.1 meter ആണ് ആൻസർ. Select from the following the device which is not suitable for setting out right angles. Right angles സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറേ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഓപ്പൺ ക്രോസ് സ്റ്റാഫ് ഉണ്ട്, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ഉണ്ട്, അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് ഉണ്ട്, ഒപ്റ്റിക്കൽ സ്ക്വയർ ഉണ്ട്, പ്രിസം സ്ക്വയർ. ഇതെല്ലാം തന്നെ റൈറ്റ് ആംഗിൾസിൽ ലൈൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിനോമീറ്റർ ആണ് അതിനല്ലാതെ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആദ്യത്തെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ആണ് IRS. അതിൻ്റെ ഫുൾ ഫോം തന്നെ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഇന്ത്യയിൽ IRS-1A ഇസ് ദി ആൻസർ. ബാക്കിയെല്ലാം തന്നിരിക്കുന്ന റിമോട്ട് സെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റുകൾ തന്നെയാണ്. ഒന്നാമത്തത് CSAT ആണ്. CSATൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് വെച്ചിട്ട് എർത്ത് ഓഷ്യൻസിനെ ഒബ്സർവ് ചെയ്യുന്ന, എർത്തിലുള്ള ഓഷ്യൻസിൻ്റെ റിമോട്ട് സെൻസിങ് വഴിയുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റിൻ്റെ പേരാണ് CNET. MOS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി മറൈൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ജപ്പാൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ്. അതിലും റിമോട്ട് സെൻസിങ് ആണ് യൂസ് ചെയ്യുന്നത്. IRS എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റിൻ്റെ പേരാണ്. സോ ഇതിൽ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ എന്ന് പറയാനായിട്ട് IRS മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഒബ്സർവ്ഡ് ഫോർ ദ ബിയറിംഗ് ഓഫ് എ ലൈൻ AB ഈസ് 142 ഡിഗ്രി 18 മിനിറ്റ് ഫൈൻഡ് ദ ബാക്ക് ബിയറിംഗ്. അപ്പോൾ ബിയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിത് വരച്ച് തന്നെ കണ്ടുപിടിക്കാം ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ്. എപ്പോഴും കോമ്പസ് സർവേയിൽ നമ്മൾ വരച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ബാക്ക് ബിയറിംഗ് ആൻഡ് ഫോർ ബിയറിംഗ് അങ്ങനെ പഠിച്ചു വയ്ക്കുന്നതിനേക്കാളും എപ്പോഴും എളുപ്പം എന്ന് പറയുന്നത് ജോമെട്രി വെച്ച് തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെ ജോമെട്രി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. ഫോർ ബിയറിംഗ് ബാക്ക് ബിയറിങ്ങിൻ്റെ പ്രോബ്ലം ആണ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ AB ലൈനിൻ്റെ നമുക്ക് ഫോർ ബിയറിംഗ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബിയറിംഗ് എന്ന് പറഞ്ഞത് തന്നിരുന്നാൽ എപ്പോഴും അതിനർത്ഥം അത് ഫോർ ബിയറിംഗ് ആണെന്നുള്ളതാണ്. 142 ഡിഗ്രി 18 മിനിറ്റ് ആണ് ഇതിൻ്റെ ഫോർ ബിയറിംഗ്. അങ്ങനെ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ബാക്ക് ബിയറിംഗ് ഓഫ് AB എന്നാണ് ചോദിക്കുന്നത്. ബാക്ക് ബിയറിംഗ് ഓഫ് AB എന്ന് പറഞ്ഞാൽ Bയിൽ ചെന്നിട്ട് നമ്മൾ തിരിഞ്ഞ് Aയിലേക്ക് നോക്കുക. ദാറ്റ് ഈസ് എ ബാക്ക് ബിയറിംഗ്. നമുക്കറിയാം ബാക്ക് ബിയറിംഗ് ഫോർ ബിയറിങ്ങിൻ്റെ ഡിഫറൻസ് എപ്പോഴും വന്നിട്ട് 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഫോർ ബിയറിങ്ങിൻ്റെ വാല്യൂ 180 കുറവാണെന്നുണ്ടെങ്കിൽ ബാക്ക് ബിയറിംഗ് വിൽ ബി ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് 180 ഡിഗ്രി ആയിരിക്കും. ഫോർ ബിയറിങ്ങിൻ്റെ വാല്യൂ 180 കൂടുതലാണെന്നുണ്ടെങ്കിൽ ബാക്ക് ബിയറിംഗ് ഇസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും back bearing will be equal to 142 degree 18 minute plus 180 degree. കിട്ടുന്ന ആൻസർ ആണ് 132 ഡിഗ്രി 18 മിനിറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ദ ബിയറിംഗ് ഓഫ് എ ലൈൻ AB ഈസ് 152 ഡിഗ്രി 20 മിനിറ്റ്സ് ആൻഡ് ദ ആംഗിൾ ABC ഈസ് ഗിവൺ ആസ് 124 ഡിഗ്രീസ് 38 മിനിറ്റ്. വാട്ട് ഈസ് ദ ബിയറിംഗ് ഓഫ് BC? BCയുടെ ബിയറിംഗ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് ബിയറിംഗ് ഓഫ് ലൈൻ AB. ഒരിടത്ത് ലൈൻ AB ഉണ്ട്. A ആണിത്. Aയിൽ നിന്നും Bയിലേക്ക് ദർ ഇസ് എ ലൈൻ. ഈ ലൈനിൻ്റെ ഫോർ ബിയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 152 ഡിഗ്രി 20 മിനിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ AB ആൻഡ് C ദാറ്റ് ഈസ് ആംഗിൾ B എന്ന് പറയുന്നത് 124 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 124 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും വരുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദിസ് ഈസ് 124 ഡിഗ്രി 38 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ Bയിൽ നിന്ന് Cയിലേക്കാണ് ഈ ആംഗിൾ. അങ്ങനെ ആണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഈസ് വാട്ട് ഈസ് ദ
ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ബിയറിംഗ് ഓഫ് ബി സി? ബി സിയുടെ ബിയറിംഗ് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബി സി എന്നുള്ള ഈ ഒരു ലൈൻ നോക്കാം. എയിൽ നിന്ന് ബിയിൽ നിന്ന് സിയിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ ട്രാവേഴ്സ് പോകുന്നത്. അപ്പോൾ നമുക്ക് കോർഡിനൻസ് സിയിലൊന്ന് പ്ലോട്ട് ചെയ്യാം. ഔട്ട് വിൽ ബി ദ ബിയറിംഗ് ഓഫ് ബി സി. ബി സിയുടെ ബിയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് വിൽ ബി ദി ബിയറിംഗ് ഓഫ് ലൈൻ ബി സി. ഈ ഒരു വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോറി, ഇപ്പോൾ വരച്ച് കാണിച്ചത് ദിസ് ഈസ് എ ബാക്ക് ബിയറിംഗ് ഓഫ് ബി സി. നമുക്ക് ബിയറിംഗ് ഓഫ് ബി സി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഫോർ ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇത് നമ്മുടെ ക്വാഡ്രൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ 124 ഡിഗ്രി 38 മിനിറ്റ് ആണെന്നുള്ളത് ഓൾറെഡി അറിയാം. അപ്പോൾ 124 ഡിഗ്രി 38 മിനിറ്റിൽ നിന്നും ഇത്രയും ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ഫോർ ബിയറിംഗ് ഓഫ് ബി സി, അല്ലെങ്കിൽ സിംപ്ലി ബിയറിംഗ് ഓഫ് ബി സി നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ആംഗിൾ എത്രയാണ്? ഇറ്റ് ഈസ് സിംപ്ലി 180 ഡിഗ്രി മൈനസ് 152 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇറ്റ് ഈസ് 27 ഡിഗ്രി 40 മിനിറ്റ് ആണ് കിട്ടുന്നത്. സോ ബിയറിംഗ് ഓഫ് ബി സി എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 124 ഡിഗ്രി 38 മിനിറ്റ് മൈനസ് 27 ഡിഗ്രി 40 മിനിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 96 ഡിഗ്രി 58 മിനിറ്റ്സ് ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. സിമ്പിളായിട്ടുള്ള ജോമെട്രിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറക്ഷൻ ഫോർ ദി കർവേച്ചർ ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 800 മീറ്റർ. കർവേച്ചർ കറക്ഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സി സി ഇസ് ഈക്വൽ ടു മൈനസ് 0.0785 ഡി സ്ക്വയർ ആണ്, വേർ ഡി ഷുഡ് ബി ഇൻ കിലോമീറ്റേഴ്സ്. കിലോമീറ്ററിൽ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 0.8 മീറ്റർ ആണ് വരുന്നത്. സോ മൈനസ് 0.0785 ഇൻറ്റു 0.8 മീറ്റർ സ്ക്വയർ. ദ ആൻസർ വിൽ ബി അപ്രോക്സിമേറ്റ്ലി 0.05 മീറ്റർ ആണ് വരുന്നത്. Next question, the method of leveling adopted to determine the difference of the level between two points at a considerable distance apart with great precision. രണ്ട് പോയിന്റുകളുണ്ട്, അത് നല്ല ഡിസ്റ്റൻസിലാണ്. അങ്ങനെയാണെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്ന ലെവലിംഗ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നല്ല ഡിസ്റ്റൻസിലുള്ളതാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിവറിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ളതാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലൈ ലെവലിംഗ് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വി വിൽ അഡോപ്റ്റ് റെസിപ്രോക്കൽ ലെവലിംഗ്. Next question, find the angle between the lines OA and OB if their respective bearing are 16 degree 10 minutes and 332 degrees 18 minute. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് രണ്ട് ലൈൻസ് ഉണ്ട്, ഒ എയും ഒ ബിയും. അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ക്വാഡ്രൻ്റ്. ഒ എ ലൈനിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത് ഒ ആണ്. ഇത് ഒ എ ലൈനിൻ്റെ ബിയറിംഗ് തന്നിരിക്കുന്നത് 16 ഡിഗ്രി, ഇത് 16 കൂടുതലുണ്ട്, അത് കുഴപ്പമില്ല. 16 ഡിഗ്രി 10 മിനിറ്റ് ആണ് അതിൻ്റെ ബിയറിംഗ് ആയിട്ട് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ദിസ് ഇസ് ഒ എ ലൈൻ. നെക്സ്റ്റ് ബിയറിംഗ് എന്ന് പറയുന്നത് ഒ ബി ആണ്. അതിൻ്റെ തന്നിരിക്കുന്നത് നോർത്തിൽ നിന്ന്, എപ്പോഴും ബിയറിംഗ് നമ്മൾ മെഷർ ചെയ്യുന്നത് നോർത്തിൽ നിന്നാണ്. അപ്പോൾ നോർത്തിൽ നിന്ന് 332 ഡിഗ്രി 332 ഡിഗ്രി 18 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒ എ. അങ്ങനെയാണെങ്കിൽ ഒ ബി, അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഒ എയും നെക്സ്റ്റ് തന്നിരിക്കുന്ന ലൈൻ ഒ ബി ആണ്. അപ്പോൾ നമ്മുടെ ട്രാവേഴ്സ് പോകുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം ഇറ്റ് വിൽ ബി ഫ്രം എ ഒ ബിയിലേക്കാണ് നമ്മുടെ ട്രാവേഴ്സ് പോകുന്നതെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ എപ്പോഴും നമുക്കറിയാം ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വി ഹാവ് ടു ടേക്ക് ദ ക്ലോക്ക് വൈസ് ആംഗിൾ. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ആംഗിൾ ആണെന്ന് തോന്നാം, പക്ഷേ അത് അല്ല. നമ്മുടെ ട്രാവേഴ്സ് എങ്ങോട്ടാണ് പോകുന്നത്? ട്രാവേഴ്സിലെ ഫസ്റ്റ് ലൈനിൽ നിന്നും ക്ലോക്ക് വൈസ് ആയിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് എത്ര ആംഗിൾ വരുന്നു അതാണ് നമ്മുടെ ഇൻക്ലൂഡഡ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. സോ സിംപ്ലി നമുക്ക് ഈ തീറ്റ ആംഗിൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് തീറ്റ അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു 332 ഡിഗ്രി 18
minute minus 16 degree 10 minutes. Simple geometry. That is equal to 316 degree 8 minute ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് ഇൻക്ലൂഡഡ് ആംഗിൾ മെഷർ ചെയ്യുക. ആംഗിൾ എന്ന് പറഞ്ഞാലും തന്നെ ഇൻക്ലൂഡഡ് ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്. ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. വാട്ട് ഈസ് ദ അസിമുത്ത്? അസിമുത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അതർ നെയിം ഫോർ ദി ട്രൂ ബിയറിംഗ്. ആക്ച്വലി ട്രൂ ബിയറിങ്ങിൻ്റെ മറ്റൊരു പേരാണ് അസിമുത്ത് എന്ന് പറയുന്നത്. പക്ഷേ ട്രൂ മെറീഡിയൻ ആണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഇത് PSC കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. What is the difference between true measured value of a same quantity in surveying? സർവേയിങ്ങിൽ ഒരു ക്വാണ്ടിറ്റിയുടെ തന്നെ രണ്ട് വാല്യൂസ് റീഡ് ചെയ്യുന്നതിൽ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ പറയുന്ന പേര് ഡിസ്ക്രിപ്പൻസി എന്നാണ്. Next question, which among the following is a great circle formed by a plane through the observer's position that is perpendicular to the direction of gravity at that point intercepts the celestial sphere? ആൻസർ വന്നിട്ട് ഹൊറിസോൺ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സർവേസ് ചെയിൻ? സർവേസ് ചെയിൻ്റെ ലെങ്ത്, സർവേസ് ചെയിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഗുണ്ടേഴ്സ് ചെയിൻ ആണ്. അതായിരിക്കും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്. ഇറ്റ്സ് 66 feet ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെഡ്യൂസ് ലെവൽ ഓഫ് എ ഫാക്ടറി ഫ്ലോർ ഇസ് 100 meter. 100 meter ആണ് റെഡ്യൂസ് ലെവൽ ഓഫ് ദി ഫ്ലോർ. ദ സ്റ്റാഫ് റീഡിംഗ് ഇൻ ദ ഫ്ലോർ ഈസ് 5.62. ഇവിടെ നമ്മൾ സ്റ്റാഫ് വെച്ച് റീഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദി റീഡിങ് ആസ് 5.62. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റ് ഇങ്ങനെ വരുന്നു. ലൈൻ ഓഫ് സൈറ്റ് റീഡ് ചെയ്യുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 5.62 ആണ്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് വെൻ ദ സ്റ്റാഫ് ഈസ് ഹെൽഡ് ഇൻവേർട്ടഡ് വിത്ത് ദ ബോട്ടം ടച്ചിങ് ദി ടൈ ബീം ഓഫ് ദി റൂഫ് ട്രസ്. റൂഫ് ട്രസ് ആണ് ഫാക്ടറിയിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂഫ് ട്രസ് എന്ന് വിചാരിക്കുക. ഇവിടുന്ന് താഴോട്ട് ഇൻവേർട്ടഡ് ആയിട്ട് സ്റ്റാഫ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ 0 ഇവിടെ ടച്ച് ചെയ്യും. അതിനുശേഷം റീഡിങ് ഇങ്ങനെ താഴോട്ട് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. ഇൻവേർട്ടഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, റൂഫിൽ ടച്ച് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ റീഡിംഗ് എന്ന് പറയുന്നത് 10.16 feet ആണ്. അതായത് 0 തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10.16 ആണെന്ന് നമുക്ക് മനസ്സിലായി. ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ടൈ ബീം എബവ് ദ ഫ്ലോർ? വളരെ സിമ്പിളാണ്. 100 + 5.62 + 10.16 ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇറ്റ് ഈസ് 115.78. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രാക്ടിക്കലി നമ്മൾ എല്ലാവരും ലാബിൽ ചെയ്തിട്ടുള്ളതാവും. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഫിഗർ വരയ്ക്കണമെങ്കിൽ ഫിഗർ വരയ്ക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സം ചെയ്ത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വർക്ക് ഫ്രം wall to part the principle is followed in surveying 2. Already നമുക്കറിയാം, it is to prevent the accumulation of errors. The last reading taken from any leveling station to the leveling staff is known as. ഏതെങ്കിലും ഒരു ലെവലിംഗ് സ്റ്റേഷൻ ആദ്യമേ നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോൺ ആയിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കിലേക്ക് നമ്മൾ ഒരു റീഡിംഗ് എടുക്കും. അതിനെ നമ്മൾ ബാക്ക് സൈറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് എല്ലാം എടുക്കുന്ന റീഡിങ്സിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സ് എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് തീരുകയാണ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ എടുക്കുന്ന സൈറ്റിന് പറയുന്ന പേര് ഫോർ സൈറ്റ് എന്നാണ്. സോ back site, intermediate site, foresight. So answer is foresight. Next one, the reading taken to the leveling staff kept at a point A from a leveling station of height 100 meter is 2.5 meter. The reduced level of point A is. A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ റീഡിംഗ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 2.5 meter ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എ എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മറ്റൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ഹൈറ്റ്. ലെവലിംഗ് സ്റ്റേഷൻ വെഷൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എത്ര ഹൈറ്റിലാണ് ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് 100 meter ആണ് തന്നിട്ടുള്ളത്. സോ 100 - 2.5 ചെയ്യുമ്പോൾ we will get the reduced level of the point A, that is 97.5. Next question, number of horizontal hairs in a stadia diaphragm. stadia diaphragmത്തിൽ എത്രത്തോളം ഹൊറിസോണ്ടൽ ഹെയർസ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, സാധാരണ യൂസ് ചെയ്യുന്ന തിയോഡലൈറ്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും കാണുക, ഒരു ഹൊറിസോണ്ടൽ ഹെയറും വെർട്ടിക്കൽ ഹെയറും ആണെങ്കിൽ ഉണ്ടാവുക. സ്റ്റേഡിയ ഡയഫ്രം ആണ് തെക്യോമെട്രിയിൽ യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലൊരു ഹെയറും താഴെ ഒരു ഹെയറും, അങ്ങനെ 2 ഷോർട്ട് ഹെയർസും കൂടി ഉണ്ടാവും. ഇപ്പോൾ ടോട്ടൽ ഹൊറിസോണ്ടൽ ഹെയർസ് 1,
2, 3 ഹൊറിസോണ്ടൽ ഹെയർസ് ആണ് കാണപ്പെടുന്നത്. ദ കോസസ് ഓഫ് ഇറർ ഇൻ ടക്യോമെട്രിക് സർവേയിങ്, ആൻസർ PSCയിൽ വന്നിരുന്നത് നാച്ചുറൽ എന്നായിരുന്നു, പക്ഷേ ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് എൻ ഒബ്ജെക്ട് ടു ദി സെൻറ്റർ ഓഫ് ദ ഐ പീസ് ഓഫ് എ ടെലസ്കോപ്പ്, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇറ്റ് ഇസ് ദ ആക്സിസ് ഓഫ് ദ ടെലസ്കോപ്പ്. ദ ലൈൻ നോർമൽ ടു ദ പ്ലം ലൈൻ അറ്റ് ഓൾ പോയിൻറ്റ്സ്, ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും പ്ലം ലൈനിന് നോർമലായിട്ട് വരുന്ന ലൈൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈൻസിൻ്റെ കാര്യം ഒന്ന് പറയാം. ഇത് എർത്ത് സർഫസിനെ ചുറ്റിയിട്ട് ഉണ്ടാവുന്ന അതിന് പാരലായിട്ട് വരുന്ന ഒരു സർഫസ് ഉണ്ടാവും. ഇതൊരു സർഫസ് ആയിട്ട് തന്നെ വിചാരിക്കുക. അതിനെ പറയുന്ന പേരാണ് ലെവൽ സർഫസ്. ഈ ലെവൽ സർഫസിൽ വരുന്ന എല്ലാ ലൈൻസിനെയും പറയുന്ന പേരാണ് ലെവൽ ലൈൻസ് എന്ന്. ഈ ലെവൽ ലൈൻസിന് എക്സാക്ട്ലി ടാൻജൻഷ്യലായിട്ട് ദെയർ വിൽ ബി എ സർഫസ്, ഒരു പ്ലെയിൻ സർഫസ് ഉണ്ടാവും. എക്സാക്റ്റായിട്ട് ടാൻജൻഷ്യലായിട്ട് പോകുന്നത്. ഇതിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വിളിക്കും. ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഏത് ലൈൻ വന്നാലും അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് വിളിക്കും. ഏതൊരു പോയിന്റിൽ പ്ലം ലൈൻ നമ്മൾ ഇട്ടാലും ഒബ്വിയസ്ലി ഇറ്റ് ഈസ് അണ്ടർ ഗ്രാവിറ്റിയുടെ ഒരു പ്രസൻസ് കൊണ്ടിട്ടാണ് ഈ ഒരു പ്ലം ലൈൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു പ്ലം ലൈൻ എന്ന് പറയുന്നത് ഓൾവേസ് വിൽ ബി പോയിന്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് പ്ലം ലൈൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് നമുക്ക് പറയാം. സോ ദ ആൻസർ ഈസ് ഹൊറിസോണ്ടൽ line. Next question നോക്കാം. The staff reading taken at station A, B, C, D from a single setup of the level is 0.535, 1.105, 2.155, 1.785. The station B is. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കുറച്ച് ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഉണ്ട്. ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്നും പോയിൻ്റ് A, B, C, D അങ്ങനെ 4 സ്റ്റേഷനിലേക്ക് റീഡിങ് വെച്ചിട്ട് ലെവൽ വെച്ചിട്ട് റീഡിങ് നോക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് എയിലെ റീഡിങ് ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് കൊളിമേഷൻ പോകുന്നത്, അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ഓഫ് ദ ടെലസ്കോപ്പ് പോകുന്നത്. അപ്പോൾ എയിൽ ഒരു സ്റ്റാഫ് വെച്ചപ്പോൾ അവിടുത്തെ സ്റ്റാഫ് റീഡിങ് നമുക്ക് കിട്ടിയത് 5.35 എന്നാണ്. അതായത് ഈ ഒരു ലൈൻ ഓഫ് സൈറ്റും ഈ ഒരു സ്റ്റേഷൻ എയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 0.535 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 0.535 ആണ്. നെക്സ്റ്റ് പോയിന്റ് ബിയിൽ വെച്ചപ്പോൾ 1.105 ആണ് നമുക്ക് സ്റ്റാഫിൽ റീഡിംഗ് ആയിട്ട് കിട്ടിയത്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും 1.105 ഡിസ്റ്റൻസ് താഴെയാണ് ബി, ദാറ്റ് ഈസ് 1.105. നെക്സ്റ്റ് സീഡ് നോക്കിക്കഴിഞ്ഞാൽ 2.155 ആണ്. അതായത് ലൈൻ ഓഫ് കൊളിമേഷൻ പോകുന്നതിലും താഴെ വന്നിട്ട് 2.155 ഡിസ്റ്റൻസ് താഴെയാണ് സി എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. ഡിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 1.785. അപ്പോൾ ഇതിന് രണ്ടിനും ബിയുടെയും സിയുടെയും കുറച്ച് ഇടയ്ക്കായിട്ട് വരും 1.785. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാത്തിനും ലെവൽ ഡിഫറൻസ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എ ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, ബി അതിനേക്കാളും താഴെ, സി അതിന് ഏറ്റവും താഴെ, ഡി ബിക്കും സിക്കും ഇടയ്ക്ക്. നമ്മുടെ ഓപ്ഷനിൽ അപ്പോൾ ബി സ്റ്റേഷൻ എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ബി സ്റ്റേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് എബവ് സി ആൻഡ് ഡി. സിയുടെയും ഡിയുടെയും മുകളിലായിട്ടാണ് ബി സ്റ്റേഷൻ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാക്ക് സൈഡ് is 6.65 taken on a benchmark of reduced level 400 meter. reduced level തന്നിട്ടുണ്ട്, അവിടുത്തെ സൈറ്റിംഗ് റീഡിങ് ബാക്ക് സൈറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 4 സൈറ്റ് എടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 1.45. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിംപ്ലി നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഈക്വൽ ടു ബാക്ക് സൈഡ്, കാണാതെ പഠിക്കേണ്ട, പ്ലസ് അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ. ബാക്ക് സൈറ്റ് എത്രയാണ് എടുത്തത് പ്ലസ് അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് കിട്ടുന്നത്. അതിന് ശേഷം ഫോർസൈറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സിംപ്ലി സബ്ട്രാക്ട് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് മൈനസ് ഫോർസൈറ്റ് ഓഫ് ദി റീഡിങ്, ഫോർസൈറ്റ് ഓഫ് ദി പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷൻ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 405.205 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഇസ് 400 + 6.655, അതേ മൈനസ് 1.105
45 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ട്രൂ മെറിഡിയൻ ആൻഡ് ദ മാഗ്നറ്റിക് മെറിഡിയൻ. ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആംഗിളിന് പറയുന്നത് ഡിക്ലിനേഷൻ. ദ ഫോർ ബിയറിംഗ് ആൻഡ് ദ ബാക്ക് ബിയറിംഗ് ഓൾവേസ് ഡിഫർ എക്സാക്ട്ലി ബൈ 180 degree. The angle of elevation from A at the top and bottom of a rod of 2 meter held vertically at B is 45 degree and 30 degree respectively. The horizontal distance AB is. ഇത് കുറച്ചൊരു ട്രിഗ്നോമെട്രി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 10th ലെവലിലാണെന്ന് തോന്നുന്നു, 10th ക്ലാസ്സിലൊക്കെ ആണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുള്ളത്. നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദർ ഇസ് എ റോഡ്, അത് ബി എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഓവറോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഷനിൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബോട്ടത്തിലേക്ക് ഒരു റീഡിങ് എടുത്തു, അതുപോലെ തന്നെ ടോപ്പിലേക്കും ഒരു റീഡിങ് എടുത്തു. ബോട്ടത്തിൽ എടുത്തപ്പോൾ ആംഗിൾ നമുക്ക് കിട്ടിയത് 30 ഡിഗ്രിയും ടോപ്പിൽ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അങ്ങനെ ആണെങ്കിൽ സ്റ്റേഷന് ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്ന എ ആണ്. ഈ എ ബി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ ജസ്റ്റ് സിംപ്ലി നമുക്ക് രണ്ടിൻ്റെയും ടാൻ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾസ് ആണ് കിട്ടി. ഇത് ഇച്ചിരി ഇങ്ങനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് 2 ട്രയാങ്കിൾസ്. ആംഗിൾ 30 ഉള്ളൊരു ട്രയാങ്കിളും ആംഗിൾ 45 ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് സിംപ്ലി പല രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, സ്റ്റാൻ 45 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് എക്സ് എന്ന് വിളിക്കുക. ഈ ഒരു ചെറിയ ഡിസ്റ്റൻസിന് എക്സ് എന്ന് വിളിച്ചിരിക്കുകയാണ്. സോ ടാൻ 45 ഇസ് ഈക്വൽ ടു 2 + x ഡിവൈഡഡ് ബൈ എ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ടാൻ 30 ഡിഗ്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാൻ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ √3 ആണ്. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ √3 ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി 2 ഇക്വേഷനിൽ നിന്ന് നമുക്ക് എ ബിയെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എ ബിയെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് √3x ഇസ് ഈക്വൽ ടു 2 + x എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതിയാൽ x ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ √3 - 1. x ഇസ് ഈക്വൽ ടു √3 - 1. ഇപ്പോൾ ഇതിന് കുറച്ചൊരു കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് വിത്ത് √3 + 1 വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. √3 + 1 വെച്ചിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ടൈംസ് √3 + 1 ഡിവൈഡഡ് ബൈ 3² - 1², ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ √3 എന്ന് പറയുന്നത് 1.73 ആണ്. അതേ +1 ചെയ്യുമ്പോൾ വി ഗെറ്റ് 2.73 എന്ന് നമുക്ക് കിട്ടും. ഇനി എ ബി വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം എ ബി ഈസ് ഈക്വൽ ടു 2 + x ആണ്. ദാറ്റ് ഈസ് 2 + 2.73. സോ എ ബിയുടെ വാല്യൂ വന്നിട്ട് 4. എ ബി ഈസ് ഈക്വൽ ടു 4.73. കുറച്ച് മെസ്സി ആയിപ്പോയി, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എ ബി ഈസ് ഈക്വൽ ടു 4.73 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സൺ അറ്റ് ദ ഓട്ടോണോമൽ ഇക്വിനോക്സിൽ സൺ എത്തുന്നത് സെപ്റ്റംബർ 21 ദ യൂഷ്വൽ വാല്യൂ ഓഫ് ടക്യോമെട്രിക് സർവേയുടെ യൂഷ്വൽ വാല്യൂ നമുക്കറിയാം. ഒരു അഡിറ്റീവ് കോൺസ്റ്റൻറ്റും ഒരു മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റൻറ്റും ഉണ്ടാവും. സോ അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 0, മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 100 ആണ്. സോ 100 is the answer. The branch of the surveying in which the horizontal and the vertical angles are determined by angular observation with the tachyometer. Tachyometer ഉപയോഗിച്ച് horizontal and vertical distances കണ്ടുപിടിക്കുന്നത് tachyometry. The stadia markings are made on. stadia marking അതുപോലെ ക്രോസ് ഹെയർ എല്ലാം തന്നെ ഐ പീസിന് തൊട്ട് മുന്നേ ഒരു ഡയഫ്രം ഉണ്ടാവും. ആ ഒരു ഡയഫ്രത്തിലാണ് കാണപ്പെടുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.